നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ വചനം എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം കൂടി വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നയിക്കുന്നതിലും അത്യന്തം ഫലമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും സർവ്വതലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിൽ നിന്നൊരു കാര്യം പ്രാപിക്കണമെങ്കിൽ എങ്ങനെയൊക്കെ വേണം എന്നുള്ളതിൻ്റെ ഏകദേശ രൂപം അതിൽ കൊടുത്തിട്ടുണ്ട്. നാം കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ നമുക്ക് കർത്താവിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ പ്രാപിക്കാനുള്ള വഴി എന്താണ്? ഉടനെ തന്നെ നമുക്ക് പറയാനുള്ളത് ചോദിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. എന്നാൽ അത് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് അറിഞ്ഞ് തരും. നമ്മുടെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് കർത്താവ് അറിഞ്ഞു തരും. മറ്റൊന്ന്, നമ്മൾ ഹൃദയത്തിൽ ആഗ്രഹിച്ചാൽ അത് തരും. മൂന്നാമത്തത്, അവൻ്റെ വചനം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ അത് തരും. നാലാമത്തതാണ്, കർത്താവ് മരിച്ചടക്കപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേറ്റത് ആ ഒരു ശക്തിയുണ്ട്. ഏതാ ശക്തി? ക്രിസ്തുയേശു ജനിച്ച ആത്മാവ് ഏതാണ്? ഉയർത്തെഴുന്നേറ്റ ആത്മാവ് ഏതാണ്? ജനിച്ചത് ഏതിലാണ്? മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റതോ? മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റത് തേജസ്സിന്റെ ആത്മാവിനാണ്. അപ്പോൾ നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, റോമാലേഖനം 8:14, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ ആത്മാവിനെ എത്ര പ്രാപിച്ചു. 11-ാം വാക്യം. യേശുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെയും ജീവിക്കും. നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ ആരൊക്കെ സ്വർഗത്തിൽ പോകും, ആരൊക്കെ എഴുന്നേൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന് സംശയമൊന്നുമില്ല. കാരണം ഇന്ന് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസത്തിൽ വന്നവരും വചനം കേൾക്കുന്നവരും വിശ്വസിക്കുന്നവരും ആത്മാവിനെ പ്രാപിച്ചവരുമായിട്ടുള്ള എത്രയോ അസംഖ്യം ജനമുണ്ട്. അവരുടെ എല്ലാവരുടെയും വിശ്വാസം ഇതാണ്. എന്താണ്? കർത്താവ് വരുമ്പോൾ ആകാശത്തും കേൾക്കുമ്പോൾ. എന്നാൽ കർത്താവിൻ്റെ വചനം അങ്ങനെ പറയുന്നില്ല. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും പ്രവർത്തനങ്ങളുമാണ് നാം എവിടെയും കാണുന്നത്. എന്നാൽ ദൈവം മനുഷ്യനോട് പറയുന്നത് പ്രകാരമാണ്. അതിനെയല്ല, അത് വേണം, അത് പ്രാപിക്കണം ഒന്നാമത്. എന്നാൽ ക്രിസ്തുയേശുവിനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചൊരു ആത്മാവുണ്ട്. ആ ആത്മാവാണ് അവൻ കല്ലറയിലിരിക്കുമ്പോൾ ആ ശരീരത്തിലേക്ക് ഇത് വന്നു. വന്നത് ഏതാ? 1:18 വായിക്കുക. എഫേസ്യ ലേഖനം. കല്ലറയിൽ വെച്ച് 3-ാം ദിവസം ആ ശരീരത്തിലേക്ക് ഒരു ശക്തി വന്നു. അത് ഏതാ ശക്തി? 1:18. അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം അതിന് തുറന്ന് വായിക്കും. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. കല്ലറയിൽ ഇരിക്കുന്ന കിടക്കുമ്പോൾ ആ ശരീരത്തിലേക്ക് എന്ത് വന്നു? ഈ വ്യാപാരം വന്നു. ഈ വ്യാപാരം വന്നതിന് ശേഷം എന്ത് ചെയ്തു? അവനെ മനുഷ്യർ വരുന്നെന്ന് എഴുന്നേൽപ്പിച്ചു. ഇതേ വ്യാപാരം കിട്ടിയിട്ടുള്ള ഒരൊറ്റ കൂട്ടമാണ് ലോകത്തിൽ കർത്താവിൻ്റെ നാമത്തിലുള്ള വിശ്വാസികൾ. കൊലോസ്യ ലേഖനം
2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അവരിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവരോട് കൂടെ അടക്കപ്പെടുകയും സ്നാനത്തിൽ നിങ്ങൾ അവരോട് അടക്കപ്പെടുകയും അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആരാപ്പോ? ദൈവത്തിന്റെ വ്യാപാര ദൈവത്തിന്റെ വ്യാപാര ശക്തിയാണ്. ആ വ്യാപാര ശക്തിയുടെ വിശ്വാസത്താൽ അവരോട് കൂടെ നിങ്ങളും അപ്പോൾ നിങ്ങളും അവരോട് കൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യാപാര ശക്തി എവിടെയുണ്ട്? നിങ്ങളിലുമുണ്ട്. ഇവർ മാത്രമേ ഇതിനെ പ്രാപിച്ച് ഇതിനെ സൂക്ഷിച്ച് ഇതിന്മേൽ ജീവിക്കുന്നവർക്ക് മാത്രമേ നാളെ കർത്താവിന്റെ കാഹള ശബ്ദത്തിങ്കൽ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? അല്ലാത്തവർക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചത്, നമ്മൾ തുടങ്ങിയത് ഇതല്ല. എന്താ? ദൈവത്തിൽ നിന്നൊരു കാര്യം പ്രാപിക്കണമെങ്കിൽ അതിനുള്ള വഴികൾ എന്തൊക്കെയാ? ചോദിക്കുന്നത്. അപ്പൊ ചിലരെന്ത് ചെയ്യും? ചോദിച്ചു പഠിക്കും. പിന്നെ ചോദിച്ചാലും നനച്ച് ചിലരെന്ത് ചെയ്യും? നനച്ച് പ്രാപിക്കും. ഈ വ്യാപാര ശക്തിയുള്ളവർ അതിനും അപ്പുറം പ്രാപിക്കും. ആവശ്യം പ്രാണന് ആവശ്യമുള്ളത് കർത്താവ് തരും. ഇപ്പൊ എത്ര തരായി? ചോദിച്ചു മേടിക്കുന്നവർ, ആഗ്രഹിച്ച് പ്രാപിക്കുന്നവർ, ഈ വ്യാപാര ശക്തി കൊണ്ട് പ്രാപിക്കുന്നവർ. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, തൻ്റെ പ്രിയനോ അവനത് തുറക്കത്തി കൊടുക്കും. ഒന്നും ചോദിക്കരുതെങ്കിലും ആരായിരുന്നാൽ മതി? പ്രിയനായിരുന്നാൽ. അപ്പം എത്ര പേരായി? കാര്യസാധ്യതയിൽ എത്ര പേരാ പൊതുവായിട്ട് ഒന്ന് പഠിക്കണപ്പം? 4 പേര്. ഒന്ന് ആരായിരിക്കണം? ഏറ്റവും ആദ്യത്തെ കൂട്ടർ. ഒന്നും ചോദിക്കേണ്ടതൊന്നും വേണ്ട, അവൻ്റെ പ്രിയനായിരിക്കണം. അവൻ്റെ പ്രിയൻ അവൻ അത് എന്ത് ചെയ്യുന്നു? ഉറക്കത്തിൽ കൊടുക്കുന്നു. എൻ്റെ പ്രിയനായിരുന്നാൽ മതി. എന്താ അവൻ്റെ പ്രിയനാകണമെന്നുള്ള വഴി എന്താ? ദൈവത്തിന് പ്രിയനാകണമെങ്കിൽ ആകയാൽ പ്രിയമക്കൾ എന്നതുപോലെ അവനെ അനുകരിക്കും. അവൻ ചെയ്തതുപോലെ തന്നെ അവൻ നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുക. ആ മാതൃക തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരാണ് അവൻ്റെ പ്രിയൻ. അവർക്ക് അവൻ എന്ത് ചെയ്യുന്നു? അവരുടെ ആഗ്രഹം അവൻ എന്ത് ചെയ്യുന്നു? ഉറക്കത്തിൽ കൊടുക്കും. അവരുടെ ആവശ്യം ഉറക്കത്തിൽ കൊടുക്കും. അവൻ ചോദിക്കാൻ. രണ്ടാമതൊരു കൂട്ടര് അതേതാ? ഇന്നിപ്പോൾ ഒരു സാക്ഷ്യത്തിൽ ഒരാൾ വായിച്ചു. ഏതാ? ദേശത്ത് വാർത്ത വിശ്വസിക്കാതിരിക്കാം, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. എന്താ പറഞ്ഞേ? യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് വാർത്ത വിശ്വസിക്കാതിരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അപ്പൊ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചോദിക്കണോ? പിന്നെ എന്ത് ചെയ്താൽ മതി? ഹൃദയത്തിൽ ആഗ്രഹിച്ചാൽ മതി. ആഗ്രഹിക്കുന്നത് അവന് കൊടുക്കും. ആഗ്രഹിക്കുന്നത് അവന് കൊടുക്കും. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഞാൻ ഈ 3 കാര്യം ചെയ്തതിന് ശേഷം എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്ന് വിചാരിച്ചാൽ സാധിക്കും? ഓരോ ചോദ്യങ്ങളാണ്. ഒരാള് വിദേശത്ത് പോയി. ഒരു പെൺകുട്ടിയാണ്, നേഴ്സായിട്ട് പോയതാണ്. വളരെ ദാരിദ്ര്യത്തിൽ പോയതാണ്. അമ്മയ്ക്ക് വളരെ ചെറുപ്പം മുതലേ മാലയിടാൻ ആഗ്രഹമാണ്. മാലയിടാനുള്ള ആഗ്രഹം എപ്പോഴും ആഗ്രഹിക്കും. പള്ളിയിലൊക്കെ പോകുമ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ അവസാനം ഈ മുക്കുവണ്ടങ്ങളൊക്കെ ഉപയോഗിക്കും. ഒടുവിൽ മകള് പോയി കഴിഞ്ഞപ്പോൾ വിദേശത്ത് വന്നു കഴിഞ്ഞ് ആദ്യമായിട്ട് മകൾക്ക് ശമ്പളം കിട്ടിയപ്പോൾ മേടിച്ചത് ഒരു മാലയാണ്. മാല മേടിച്ച് അമ്മയെ കൊണ്ടത് ഇട്ടൊന്ന് കാണണം. 2 വർഷം കാത്തിരുന്ന് 2 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അമ്മയുടെ കഴുത്തിൽ മുക്കുകൊണ്ടോ ഇല്ല, ഒന്നുമില്ല. അമ്മയെ കാണിച്ചപ്പോൾ അമ്മ ചിരിച്ച്. എന്താണെന്നറിയാവോ? അമ്മ പതുക്കെ വിശ്വാസത്തിലേക്കും പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. ഇത്രയും വിലക്കൂടിയ മാല അമ്മയ്ക്ക് വേണ്ട. ഇന്ന് അമ്മയുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല. അതായത് മുമ്പ് പറഞ്ഞതിനുള്ള മറുപടിയാണ്. ദേശത്ത് മാത്രം വിശ്വസിച്ച് ആചരിച്ച് ദൈവത്തിൽ തന്നെ രസിച്ച്
ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുന്നവൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അതാണ് മറുപടി. അതാണ് അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, അവൻ്റെ പ്രാണന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. താമസം. അപ്പോൾ രണ്ടാമത്തെ കൂട്ടരായി ഏതൊക്കെയാ? ഒന്ന് ആവശ്യം ഉറക്കത്തിൽ കൊടുക്കുന്നു പ്രിയന്. രണ്ടാമത് ദേശത്ത്, അത് ഭക്തനെന്ന് പറഞ്ഞാൽ തൻ്റെ ഭക്തന്മാരെ ആഗ്രഹം സാധിപ്പിക്കുന്നു. ഒന്ന് പ്രിയൻ, ഒന്ന് ഭക്തൻ. മൂന്നാമതൊരു കൂട്ടര് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 15:7. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾ. അപ്പൊ അപേക്ഷിക്കുന്നത് കിട്ടാനുള്ള വഴിയാണ്. അതിൻ്റെ ഉള്ളിൽ എന്ത് വസിക്കണം? വചനം വസിക്കണം. വചനം വസിക്കണം. ക്രിസ്തുവിലും വസിക്കണം, വചനം അവരുടെ ഉള്ളിലും വസിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ ചോദിക്കുന്നത് കിട്ടും. അപ്പൊ ഇപ്പൊ എത്ര പേരായി? പ്രിയൻ, ഭക്തൻ, വചനമുള്ളവൻ. വചന ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്. ഈ 3 പേരെക്കാൾ ഉപരിയാണ് ഈ കൂട്ടര്. ആര്? ഉള്ളിൽ എന്തുള്ളവര്? നാലാമത്തതാ ഏത് വ്യാപാര ശക്തി? യേശുവിനെ ജനിപ്പിച്ച ശക്തിയാണോ? പിന്നെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് വ്യാപാര ശക്തി വസിക്കുന്ന ഒരു കൂട്ടം ജനമാണ് കർത്താവിന്റെ നാമത്തിലുള്ള വിശ്വാസികൾ. അതിൻ്റെ ആഴം അറിയുന്നവര് അത് പ്രാപിച്ചതിന് ശേഷം അതിനെ പവിത്രമായി സൂക്ഷിച്ച് ഒരിക്കലും അതിന് ദോഷം വരുത്താതെ അതിനെ കാത്തു സൂക്ഷിച്ച് അന്ത്യത്തോളം കൊണ്ടുപോകും. അവരുടെ ആഗ്രഹം, അവര് ഉറങ്ങുകയും വേണ്ട, ഇച്ഛിക്കുകയും വേണ്ട, നനയ്ക്കുകയും വേണ്ട. അവർക്ക് വേണ്ടത് എന്തെന്ന് ആരറിയുന്നു? സ്വർഗം അറിയുന്നു. അത് സമയാസമയങ്ങളിൽ ഇച്ഛിക്കേണ്ട, ആഗ്രഹിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, ഒന്നും വേണ്ട. അവർക്ക് ആവശ്യമുള്ളത് ദൈവം ചെയ്തിരിക്കും. പിന്നത്തേതിൽ അവരെ മഹത്വത്തിലേക്ക് ചേർക്കും. അതുകൊണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ വ്യാപാര ശക്തിക്ക് കോട്ടമോ ഭംഗമോ നഷ്ടമോ വരുത്താതെ വേണം. അതിനെ കാത്തു സൂക്ഷിച്ചാൽ മാത്രം മതി നമ്മുടെ ജീവിതം ധന്യം. മുട്ടുമടക്കാം, പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് സുവേശയുടെ ധന്യമായ നാമത്തിൽ ഞങ്ങളുടെ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവ് കേൾക്കണമേ. ദൈവമേ, ഞങ്ങളോട് ഇടപെടുമാറാകണമേ. കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച പ്രകാരം കർത്താവിൻ്റെ പ്രിയന് ആവശ്യമുള്ള ഉറക്കത്തിൽ കൊടുക്കും. ഭക്തന് കർത്താവെ അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കും, അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കും. കർത്താവിന്റെ വചനം വസിക്കുന്നവനിൽ കർത്താവെ യേശുവെ അവൻ ചോദിക്കുന്നത് കർത്താവ് കൊടുക്കും. എന്നാൽ കർത്താവെ ഇന്ന് അതിനേക്കാൾ എല്ലാം ഉപരി കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച വ്യാപാര ശക്തി വ്യാപരിക്കുന്ന ഇസ്രായേൽ ജനം യേശുവിന്റെ നാമത്തിൽ ദൈവമേ സഭയായി കൂടി വന്നിരിക്കുമ്പോൾ ഇന്ന് കർത്താവിന്റെ മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം അവർക്ക് വേണ്ടതൊക്കെയും നൽകുവാൻ തക്കവണ്ണം കർത്താവിന്റെ അതിശക്തമായ വ്യാപാരം ഇന്ന് കർത്താവിന്റെ ജനത്തിൽ വ്യാപരിച്ചു കൊള്ളേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തിനാണ് മഹത്വം കൊടുക്കുവാനാകട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയ്ക്കായി സ്തോത്രം, 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 സ്തോത്രം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാവരും പാടിടും യേശുവാ. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാവരും പാടിടും യേശുവാ. സ്തുതിയോ സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയോ സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാമാവും പാടിടും യേശുവാ. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാമാവും പാടിടും യേശുവാ.
ഹല്ലേലൂയ. നാം കർത്താവിന്റെ വായിൽ നിന്ന് കേട്ടതുപോലെ ഇന്ന് സഭാമധ്യം ഉലാവുന്നവൻ അവന്റെ ആത്മാവ് നമുക്ക് വന്നിട്ടുള്ള സകല കാര്യങ്ങളിലും ദൈവം നീതിമാനെന്ന് നാം ഹൃദയങ്ങൾ സമർപ്പിച്ച് ഇന്ന് അവനെ സന്തോഷിപ്പിച്ച് മാത്രമേ ഈ ആരാധന അവസാനിപ്പിക്കാവൂ. ആരും തങ്ങൾക്ക് ഭവിച്ചതിൽ ദുഃഖത്തിലോ ഭാരത്തിലോ പ്രയാസത്തിലോ ഇരിക്കരുത്. എനിക്ക് സംഭവിച്ചതിലൊക്കെ ദൈവം നീതിമാൻ എന്ന് കർത്താവിനെ സന്തോഷിപ്പിച്ച് മാത്രമേ ഇവിടെ നിന്ന് മടങ്ങാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മ ഉടമത്തെ ദൈവസഭയിൽ കിടക്കുന്ന പ്രകാശത്തിൽ സഹിച്ച് അത് തന്നവനെ ഇന്ന് സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ അപ്പനും മക്കളും എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടാതെ ഇത് നിലനിൽക്കും. ഇന്ന് സഭയിൽ നിന്ന് ഒരാൾ പോലും ആ ബന്ധത്തിൽ മറ്റു എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ വണ്ണം അപ്പനും മക്കളും എന്നുള്ള സ്ഥാനത്ത് തന്നെ എഴുന്നേൽക്കാൻ ഇടവരേണ്ടതിന് വേണ്ടി ഇവരുടെ കേൾപ്പിക്കാം. ഇടവൻ നീതിമാനാകുന്നല്ലോ, ദൈവം നീതിമാനാകുന്നുവല്ലോ. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ നമുക്ക് നൽകി തന്നവൻ നമ്മളുടെ പെരുവെറുപ്പ് കൊണ്ടോ നമ്മൾ കർത്താവ് ചെയ്ത പ്രവൃത്തിയിൽ അനീതി ആരോപിച്ചുകൊണ്ടോ ആ പുത്രത്വത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ ഇന്ന് പ്രിയമക്കളായിട്ട് എഴുന്നേൽപ്പാൻ കർത്താവ് ജനത്തിന് കർത്താവ് ശക്തി നൽകട്ടെ. അതിന് വിരോധമായി വ്യാപരിക്കുന്ന അന്ധകാരം കലക്കത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രകാരം നാമത്തിൽ കർത്താവിന്റെ സഭ എഴുന്നേൽക്കാൻ ഇടവരേണ്ടതിന് വേണ്ടി ദൈവമേ കരുണ തോന്നുമാറാകണം. കർത്താവ് ഞങ്ങൾ തെറ്റുകാരാകുന്നു, കർത്താവ് ഞങ്ങൾ കുറ്റക്കാരാകുന്നു, കർത്താവ് ഹല്ലേലൂയ. ഞങ്ങൾക്ക് കർത്താവെ അവിടുന്ന് ഞങ്ങളെ ബാലശുദ്ധ നൽകി കർത്താവേ ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. സിയോൻ പർവ്വതം സന്തോഷിക്കുന്നത് നമുക്ക് വിശ്വാസത്താൽ കാണാം. നമ്മൾ അനുഭവിക്കുന്ന ബാലശിക്ഷയിൽ സിയോൻ പർവ്വതം സന്തോഷിക്കുന്നത് നമുക്ക് വിശ്വാസത്താൽ കാണാം. ഹല്ലേലൂയ. 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 സ്തോത്രം സ്തോത്രം. സാക്ഷികൾ സമൂഹം ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും മൂടുപടം ഇപ്പോഴും വിട്ടുമാറാതെ മൂടുപടം കിടക്കുന്ന ജീവിതങ്ങളുണ്ട്. എല്ലാറ്റിനേക്കാൾ കാര്യം ഏത് അനുഭവങ്ങളെക്കാൾ വലുതാണ് അതിനെ തുടർന്നുള്ള സംസാരം. അതാണ് പ്രശ്നമുണ്ടാക്കുന്നത്. നമ്മൾ ഏത് ദുഃഖവും അനുഭവിക്കാൻ നമുക്ക് സാധിക്കും, പക്ഷെ അതിനെ തുടർന്നുള്ള വാക്കുകളാണ് പ്രശ്നം. സംസാരിക്കാതിരിക്കും. ദൈവത്തിന് മുമ്പാകെ ദൈവത്തെ ഭയപ്പെട്ട് നമ്മൾ അധരത്തെ അടക്കി വെച്ച് വീണ്ടും വീണ്ടും മുറിഞ്ഞത് വീണ്ടും വ്രണമായി തീരാതിരിക്കാൻ, അത് മറ്റൊരു ദീനമായി തീരാതിരിക്കാൻ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. കർത്താവിന് സ്തോത്രം. അത് വീണ്ടും ചതവും പഴുപ്പും ആയിത്തീരുകയുള്ളൂ. കർത്താവിന് സ്തോത്രം. അങ്ങനെയുള്ള അത് നീങ്ങിപ്പോകണം. ഇന്ന് കർത്താവ് ഇത്രത്തോളം ആശ്വാസം തന്നു, എന്നാൽ അതല്ല, പൂർണ്ണമായിട്ട് നീങ്ങണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരുമനപ്പെട്ട് ജാഗരിക്കുക. കർത്താവെ, ഇന്ന് കർത്താവിന്റെ സഭയെ കർത്താവ് ഓർക്കണമേ. കർത്താവ് ചതയ്ക്കുകയും മുറികെട്ടുകയും ചെയ്യുന്നവൻ. ഓ ഹല്ലേലൂയ. ചതയ്ക്കുകയും മുറികെട്ടുകയും ചെയ്യുന്നവൻ, പാതാളത്തിൽ ഇറക്കുകയും അവിടുന്ന് കയറ്റുകയും ചെയ്യുന്നവൻ. ഓ, അവിടത്തേക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹൃദയങ്ങളെ തൊട്ട് ഉണർത്തുവാൻ, ഹൃദയങ്ങളെ തൊട്ട് ആശ്വസിപ്പിക്കുവാൻ കർത്താവ് കഴിയുമല്ലോ. കർത്താവ് പ്രവർത്തിക്കുമാറാകണം.
ബന്ധനം അഴിക്കണമേ കർത്താവേ. ഈ ബന്ധനം അഴിക്കണമേ കർത്താവേ. എണ്ണങ്ങൾ ചെയ്യുന്നാറില്ലേ, എണ്ണങ്ങൾ ചെയ്യുന്നാറില്ലേ കർത്താവ് വിടുവിക്കണമേ, വിടുവിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കൃപയ്ക്കായി സ്തോത്രം, ദൈവകൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. യേശുവേ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അവസാനമായിട്ട് പാവപ്പെടാം എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നതാവേ ദൈവം താൻ സ്നേഹിക്കും മാനവർക്കേ നന്മകളെത്രവാരം തൻ സ്നേഹം കൈക്കൊള്ളും മക്കൾക്കു നൽകുന്ന വൻകൃപയെത്ര ധന്യം, വൻകൃപയെത്ര ധന്യം. ദൈവം താൻ സ്നേഹിക്കും മാനവർക്കേകുന്ന നന്മകളെത്രവാരം തൻ സ്നേഹം കൈക്കൊള്ളും മക്കൾക്കു നൽകുന്ന വൻകൃപയെത്ര ധന്യം. ദൈവം താൻ സ്നേഹിക്കും മാനവർക്കേകുന്ന നന്മകളെത്രവാരം. ഓ ഹല്ലേലൂയ. മക്കൾക്കു നൽകുന്ന വൻകൃപയെത്ര ധന്യം. ഓ ഹല്ലേലൂയ. വൻകൃപയെത്ര ധന്യം. ദൈവം താൻ സ്നേഹിക്കും മാനവർക്കേകുന്ന നന്മകളെത്രവാരം തൻ സ്നേഹം കൈക്കൊള്ളും മക്കൾക്കു നൽകുന്ന വൻകൃപയെത്ര ധന്യം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടത് ആരാധനയെ അനുഗ്രഹിച്ചത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.